സ്നേഹ കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം നിങ്ങളുമായി പങ്കിടാനാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബ സംഗമങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ ആണ് ഇന്നുള്ളത്. പല സ്ഥലങ്ങളിലും കുടുംബ സംഗമത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ സംവിധാനം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് ഒരു പ്രത്യേകമായ ഒരു ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ദീർഘകാലം ഈ ബന്ധം നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബം എന്ന വാചകത്തിന്റെ അർത്ഥം ഒരുപക്ഷെ പലർക്കും അറിയാം, പലർക്കും അറിയില്ല. സംസ്കൃതത്തിൽ നിന്നുള്ള കുടു എന്ന് പറയുന്ന വാചകത്തിൽ നിന്നാണ് കുടുംബം എന്ന് പറയുന്നത്. കുടു എന്നതിന്റെ അർത്ഥം കൂടുക, കൂടിച്ചേരുക, കുടീരം എന്നൊക്കെയാണ്. കൂടിച്ചേരുന്ന ഒരു രീതിയായതുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഫാമിലി എന്ന് പറയാറുണ്ട്. ഫാമിലി എന്നതിന് ഒരു പൂർണ്ണമായ അർത്ഥം കൊടുക്കാറുള്ളത് അതിന്റെ ഓരോ അക്ഷരങ്ങളും എടുത്തുകൊണ്ടാണ് അതിന് പൂർണ്ണമായ അർത്ഥം കൊടുക്കുന്നത്. അതിലുള്ള എഫ് എന്നത് ഫാദർ എന്നതിനെയും എ എന്നത് ആൻഡ് എന്ന് പറയുന്ന വാചകത്തെയും എം എന്നത് മദർ എന്നതിനെയും ഐ എന്നത് ഇൻക്ലൂഡ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തെയും എൽ എന്നത് ലവ് എന്നതിനെയും വൈ എന്നത് യങ് എന്നതിനെയും സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഫാദർ ആൻഡ് മദർ ഇൻക്ലൂഡ് ലവ്ലി യങ് എന്ന ഫാമിലി എന്നതിന്റെ അർത്ഥം പിതാവും മാതാവും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സ്നേഹ കുടുംബം എന്നാണ്. അറബിയിൽ റഹീം എന്നാണ് കുടുംബത്തിന് പ്രയോഗിക്കാറുള്ളത്. റഹീം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ്. റഹീം എന്ന് പറയുന്ന വാചകം വരുന്നത് റഹ്മാൻ എന്ന് പറയുന്ന സ്നേഹം എന്നർത്ഥം വരുന്ന വാചകത്തിൽ നിന്നാണ്. അറബിയിലെയും ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും അർത്ഥങ്ങൾ മാത്രം പരിശോധിച്ചാൽ കുടുംബം എന്നതിന് സ്നേഹം എന്ന അർത്ഥം കിട്ടുന്നതാണ്. ഇന്ന് സ്നേഹം ഉണ്ടോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. മലയാളത്തിൽ പുതിയൊരു അർത്ഥം വന്നിട്ടുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ള ഇടം എന്നാണ്. അതിനെ ഒന്നുകൂടി മാറ്റാൻ തിരുത്തൽ വരുത്തിയാൽ കൂടുമ്പോഴും കൂടാത്തപ്പോഴും ഇമ്പമുള്ള ഇടമാവണം കുടുംബം. ഒരു സ്കൂളിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ കുടുംബം എന്നാൽ എന്താണ്? വാപ്പയും ഉമ്മയും കുട്ടിയെ ചേർക്കാൻ വേണ്ടി സ്കൂളിൽ വന്നതായിരുന്നു. ആ സമയത്ത് കുട്ടി പറഞ്ഞു, ഉപ്പയും ഉമ്മയും കൂടുമ്പോഴുണ്ടാവുന്ന ഭൂകമ്പത്തിനാണ് കുടുംബം. ഇന്ന് കുടുംബങ്ങളെല്ലാം ഭൂകമ്പത്തിലാണ്, അതല്ല സുനാമിയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞൊരു വാചകമുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ലക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ ഇടയിൽ തന്നെ ഇണകളെ സൃഷ്ടിച്ചതിന്റെ കാരണം ലിതസ്കുനു ഇലൈഹാ, ഇണയിലേക്ക് ശാന്തിയോടുകൂടി ചെല്ലാൻ വേണ്ടിയാണ്. തസ്കുൻ എന്ന് പറയുന്നത് മസ്കൻ, വീടിന് മസ്കൻ എന്നാണ് പറയുന്നത്. മസ്കൻ എന്നതിന്റെ അർത്ഥം ശാന്തിനികേതൻ. ഇന്ന് നമ്മുടെ വീടുകൾ ശാന്തിനികേതനാണോ അല്ലെങ്കിൽ നരകാലയമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് കുടുംബസംഗമം ചേരേണ്ടി വന്നു എന്നതിന്റെ പ്രധാന കാരണം അപ്പാർട്ട്മെന്റുകൾ, ലോഡ്ജുകൾ ഏകനായി നീക്കേണ്ട അവസ്ഥകൾ വന്നതുകൊണ്ട് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും ബസ്സിൽ കയറും. കണ്ടക്ടർ വന്നുകൊണ്ട് ചോദിക്കും ടിക്കറ്റ് എന്ന് ആവശ്യപ്പെടും ഭർത്താവിനോട്. ഭർത്താവ് പറയും ഒരു ടിക്കറ്റ് രാമനായിട്ട് വരാം. എത്ര പേരാ ഉള്ളത് എന്ന് ചോദിക്കും. 2 പേര്. 2 പേരാകുമ്പോൾ ഒരു ടിക്കറ്റാണോ വേണ്ടത് എന്നാണ് തിരിച്ച് കണ്ടക്ടർ ചോദിക്കുന്നത്. അപ്പോൾ ഭർത്താവ് പറയും, കാരണവന്മാർ പറഞ്ഞത് ഇനി മുതൽ നിങ്ങൾ 2 അല്ല 1 ആണ്, അതുകൊണ്ട് ഒരു ടിക്കറ്റ് മതി. അങ്ങനെ വിവാഹം കഴിഞ്ഞു കുറച്ചുകൂടി കഴിയുമ്പോൾ ഗർഭിണിയാകുമ്പോൾ അവർ ബസ്സിന് കാത്തു നിൽക്കുകയാണ്.
കാത്തു നിൽക്കുന്ന സമയത്ത് ബസ് വരുന്നു. ഭാര്യയോട് പറയും, നീ മുന്നിലൂടെ കയറിക്കോ, ഞാൻ പിന്നിലൂടെ കയറിക്കോളാം. അങ്ങനെ ആ സ്ത്രീ പ്രസവിക്കുന്നു. അവർ വീണ്ടും വാഹനത്തിന് വേണ്ടി ബസ്സിന് കാത്തിരിക്കുമെന്ന് രാമനാട്ടുകാർ. ബസ് വരുന്നു. ഭർത്താവ് പറയും, നീ ഈ ബസ്സിൽ പോയിക്കോ, ഞാൻ തൊട്ടടുത്ത ബസ്സിൽ വരാം. ഇങ്ങനെ ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കുടുംബത്തിന്റെ അവസ്ഥ സാധാരണ പറയാറുള്ളത്, ആദ്യം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കാൻ തുടങ്ങുന്നു. പിറ്റേത്തെ വർഷം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ വർഷം ഭാര്യയും ഭർത്താവും പറയുന്നത് അയൽവാസികൾ കേൾക്കാൻ തുടങ്ങുന്നു. എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ കലഹങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ ഒരു കുടുംബ സംഗമം ത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഞാൻ ലളിതമായ രീതിയിൽ ഒരുപാട് രക്ഷിതാക്കൾക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് അധ്യാപകർക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, നിങ്ങൾ ഒരു 1.5 മണിക്കൂർ ഇരിക്കുന്നതോടുകൂടി നിങ്ങളുടെ ചിന്തകളിൽ ചിലർ മാറ്റം വരാൻ സാധ്യതയാണ്. നല്ല രക്ഷിതാവാകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? എല്ലാവരും ഉണ്ടാവും. പക്ഷെ നല്ല രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അറിയുന്ന എത്ര ആളുകളുണ്ട്? നല്ല രക്ഷിതാവാകാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്, പക്ഷെ നല്ല രക്ഷിതാവിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ അറിയുന്ന എത്ര ആളുകളുണ്ട് ചോദിച്ചാൽ ആരും ഉണ്ടാവാറില്ല. കാരണം സ്വർഗത്തിലെത്താൻ പൂതിയുണ്ട്, മരിക്കാൻ പൂതിയില്ല എന്ന് പറഞ്ഞത് പോലെയാണ് സംഭവം ഉണ്ടാവുന്നത്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. തന്റെ പൊന്നാര മകനെ ഞാൻ 10 വയസ്സിന് മുമ്പ് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല എന്ന് പറയാൻ എത്ര രക്ഷിതാക്കൾക്ക് കഴിയും എന്നാണ് എന്റെ ചോദ്യം. ഒന്ന് ആ ഒരു സർവേയും കൂടി നടത്തിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് അറിയാം. പ്രവാസികൾ കൈവക്കാൻ പാടില്ല. കാരണം 10 വർഷം ഗൾഫിൽ നിന്ന പ്രവാസികൾ ഉണ്ടാവും, അവരെ ചിലപ്പോൾ മക്കൾ അടിച്ചിട്ടുണ്ടാവത്തില്ല. ഞാൻ എന്റെ കുട്ടിയെ അടിച്ചിട്ടില്ല 10 വയസ്സിന് മുൻപ് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? ആരും. ചോദ്യം ഒന്നുകൂടി ഞാൻ തിരുത്താം. 5 വയസ്സിന്റെ മുമ്പ് ഞാൻ എന്റെ കുട്ടിയെ അടിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവർ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ചോദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചോദ്യം ഒന്നും കൂടി തിരുത്തും. 2 വയസ്സിന് മുമ്പ് ഞാൻ എന്റെ കുട്ടിയെ അടിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവർ എന്ന് കരുതുന്നു. വളരെ സന്തോഷം. കുറഞ്ഞ ആൾക്കാരുണ്ട്. ചോദ്യം ഒന്നും കൂടി തിരുത്താം. ജനിച്ച ഉടനെ ഞാൻ എന്റെ കുട്ടിയെ അടിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നവർ ഒന്ന് കൈവക്കും. വളരെ സന്തോഷം. എല്ലാവരും കൈവക്കും. ഏതായാലും ജനിച്ചപ്പോൾ തന്നെ കുട്ടിയെ വേദനിപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ അങ്ങനെ ഒരു അളവ് വെക്കാൻ കാരണം, ഒരിക്കലും നമ്മൾ കുടുംബത്തിലേക്ക് കടന്നു വന്നത് ഒരു PhD എടുത്തതിന് ശേഷമല്ല, ഒരിക്കലും ദാമ്പത്യത്തിലേക്ക് കടന്നു വന്നത് ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമല്ല. അതിൻ്റെതായ പോരായ്മകളും മറ്റും ഉണ്ടാകും. രക്ഷിതാവാകാൻ എവിടെ നിന്നും നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള നമ്മളുടെ കുടുംബങ്ങൾ, നമ്മളുടെ മക്കൾ നല്ല രീതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം നല്ല രക്ഷിതാവാകുക, നല്ല കുടുംബമാകുക. ഞാൻ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, നല്ല കുടുംബത്തിൽ നല്ല വീടുകളിൽ നിന്ന് നല്ല കുട്ടികൾ ഉണ്ടാവില്ല, നല്ല വീട്ടിൽ നിന്ന് നല്ല കുട്ടികൾ ഉണ്ടാവില്ല. പക്ഷെ നല്ല കുടുംബത്തിൽ നിന്ന് നല്ല കുട്ടികൾ ഉണ്ടാവും. എന്റെ വീട് നല്ല വാർപ്പിട്ട AC ഉള്ള, കമ്പ്യൂട്ടറുള്ള, ഇന്റർനെറ്റ് ഉള്ള, TV ഉള്ള, കാറുള്ള നല്ല വീടാണ്. പക്ഷേ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അപശബ്ദങ്ങൾ വരുന്നുണ്ട്. അത് കുടുംബമായിട്ട്. നല്ല വീടാണെങ്കിൽ നല്ല കുടുംബമാവണം, നല്ല കുടുംബത്തിൽ നിന്ന് നല്ല കുട്ടികളുണ്ട്. അതുകൊണ്ട് എങ്ങനെ നല്ല രക്ഷിതാവാകാം, നല്ല കുടുംബമാകാം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നു, എന്തിന്റെ പേരിലായിരുന്നു നമ്മൾ കുട്ടിയെ വേദനിപ്പിച്ചത്? എന്തിന്റെ പേരിലായിരുന്നു കുട്ടിയെ വേദനിപ്പിച്ചത്? ഞാൻ 10 വയസ്സ് എന്ന് പറയാൻ കാരണം നേരത്തെ ഒരു ഹദീസ് ഓതിയിരുന്നു. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കണം. 7 വയസ്സിൽ കൽപ്പന തുടങ്ങിയാണ്. കൽപ്പന തുടങ്ങേണ്ട പ്രായം 7 വയസ്സ്. അങ്ങനെ ഒരു ദിവസം 5 നേരം നിസ്കാരമുണ്ടെങ്കിൽ ഒരു കാര്യം കുട്ടിയോട് കൽപ്പിക്കുകയാണെങ്കിൽ 3 തവണയെങ്കിലും പറഞ്ഞു. ഒരു ദിവസം 5 നേരം നിസ്കാരത്തിന് 3 കൽപ്പന വരുമ്പോൾ 15 കൽപ്പന കുട്ടി കേൾക്കുന്നു. 3 വർഷം 15 തവണ കൽപ്പന കേൾക്കുമ്പോൾ 3 വർഷം കൊണ്ട് കുട്ടി 16,000-ത്തിലധികം കൽപ്പനകൾ കുട്ടി കേൾക്കുകയാണ്. ഈ 3 വർഷത്തെ പ്രാക്ടിക്കലിന് ശേഷം കുട്ടി 10 വയസ്സായിട്ടും കുട്ടി നിസ്കരിക്കാതിരിക്കില്ല, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നാണ്. ഫർളായ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അടിക്കണം. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് വരുന്ന സമയമാണ് 10 വയസ്സ്. നമ്മൾ അടിച്ചത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരുന്നോ, ഗ്ലാസ് പൊട്ടിച്ചതിന്റെ പേരിലായിരുന്നു, എന്തിന്റെ പേരിലായിരുന്നു നമ്മൾ കുട്ടിയെ വേദനിപ്പിച്ചത്? സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും അടിച്ചിട്ടുണ്ടാവുക?
ഉമ്മമാർക്ക് ഒരുപാട് മറുപടി പറയാനുണ്ടാവും. കുട്ടി പറയുന്നത് കേൾക്കുന്നില്ല, കുട്ടി കുരുത്തക്കേട് കളിക്കുന്നു, രണ്ടുപേരും അടിപൊളി ഞങ്ങൾ എന്ത് ചെയ്യാം, ചുമരുമലൊക്കെ വരക്കുന്നുണ്ട്, വേറെന്തൊക്കെ ഈ ഏരിയയിലെ കാരണങ്ങൾ എന്താണ്, എന്തിന്റെ പേരിലായിരിക്കും നമ്മൾ അടിച്ചിട്ടുണ്ടാവുക, എന്തായിരുന്നു കാരണം പറയാം. ഒന്നോ രണ്ടോ പ്രതികരണം കിട്ടിയാൽ നമുക്ക് അതിന്റെ ബാക്കി പോവാം. എന്തിനായിരിക്കും? ഒരു കാരണമില്ലാതാണ് അടിച്ചത്. അങ്ങനെ ഉണ്ടോ? നമുക്ക് ദേഷ്യം വന്നു അപ്പാട്ട് കൊടുത്തു, അതല്ലാണ് വേറെന്ത് കാരണം അല്ലേ? എന്തായിരിക്കും കാരണം? ഞാൻ ചോദിക്കട്ടെ, ഒരു ചുമരിൽ വരക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിലെത്തി കുടുംബ സംഗമത്തിനും പങ്കെടുത്തിട്ടില്ല, നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നിങ്ങളുടെ കുട്ടി ചുമരിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 2-3 വയസ്സുള്ള കുട്ടി. നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചിത്രമാണ് വരിക? നിങ്ങൾ എന്താണ് ആ കുട്ടിയോട് പെരുമാറുന്നത്? എന്തായിരിക്കും നിങ്ങൾ കാണിക്കുന്നത്? പ്രതികരണം ഇല്ല. പറഞ്ഞോളൂ, നിങ്ങളുടെ പ്രതികരണം എന്താണ്? അതിനനുസരിച്ചുള്ള ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ക്ലാസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ച്. ചിലപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ വിഷയം പറയേണ്ട ആവശ്യമില്ല. ചുമരിൽ വരക്കുന്നത് നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ബെഡ്റൂമിൽ കുട്ടി മൂത്രം ഒഴിക്കുന്നു, 2-3 വയസ്സുള്ള കുട്ടി, നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടും എന്ന് ഒരിക്കൽ പറയുക. ഉമ്മമാർക്ക് എന്താ പറയേണ്ടത്? അവരവിടെ പറഞ്ഞോട്ടെ, ബേക്കുന്ന ഒരു കുട്ടി വിളിച്ചു പറഞ്ഞാൽ മതി, എന്താ പറയാനുള്ളത്? കാരണം അവരാണ് 24 മണിക്കൂർ 24 hours വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യാറുള്ളത്? എന്തായിരിക്കും? ഒന്ന് ദേഷ്യപ്പെടും. ചുമരിൽ വരയ്ക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിടിച്ചു വലിച്ചു ഒരു ഇറങ്ങും, അല്ലേ? അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്? ആണ്. മനഃശാസ്ത്രം പറയുന്നു 4 രീതിയിലാണ്, 5 രീതിയിലാണ് തെറ്റ് തിരുത്താൻ വേണ്ടി തയ്യാറാവാറ്. 5 രീതി. ഒരു തെറ്റ് കണ്ടാൽ, കുട്ടിയുടെ തെറ്റ് കണ്ടാൽ സാധാരണയിൽ 5 രീതിയിലാണ് തെറ്റ് തിരുത്താൻ തയ്യാറാവുക. 1, ശകാരം, മാർക്ക് കുറഞ്ഞാൽ സ്കൂളിൽ തോറ്റാൽ, അല്ലെങ്കിൽ ചുമരിൽ വരയ്ക്കുന്ന കണ്ടാൽ 1 ശകാരിക്കുന്ന വാചകങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നത് സാധാരണ പൊട്ട, മരമണ്ട, മന്ദൂസ്, ഇബ്ലീസ്, ജന്തു തുടങ്ങിയിട്ടുള്ള ചില വാചകങ്ങൾ. ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? കുട്ടി പറഞ്ഞു ഇബ്ലീസ്. എന്താന്ന് വെച്ചാൽ ഉപ്പ എപ്പോഴും അങ്ങനെ വിളിക്കാം, ഉപ്പ എപ്പോഴും ഇബ്ലീസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ വേറെന്താ, വേറെ ഒരുപാട് പേരുകൾ, എന്ന് പറഞ്ഞിട്ട് കുറെ ശകാരങ്ങൾ. നിന്റെ തലയിൽ ഒന്നും കയറൂല, നിന്റെ തലയിൽ എന്താ ചെളിയാണ്, നീ സ്കൂളിൽ പോയിട്ട് ഒരു കാര്യമില്ല, ഇങ്ങനെയുള്ള ശകാരങ്ങൾ മാത്രം കേട്ട് വളരുകയാണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുന്നു. ഞാൻ ഈ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് അതിങ്ങനെ ഓടി വരുന്നുണ്ടാവും. താരതമ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നീ എന്താണ് ഇങ്ങനെ ഇത്ര നല്ല രൂപത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, നീ എന്താ ഇങ്ങനെ പഠിക്കാതെ നിൽക്കുന്നു? അപ്പുറത്തെ വീട്ടിലെ കബീർ കണ്ടില്ലേ, നല്ല ഉഷാറായി പഠിക്കുന്നില്ലേ, നീ എന്താണ് ഇങ്ങനെ ആയി പോയത് എന്ന് പറയാറില്ല, ഇല്ലേ? സ്വാഭാവികം കേൾക്കാറില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല, കേൾക്കാറില്ല. ഉണ്ട്. തെറ്റ് തിരുത്താൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന 3ാമത്തെ രീതിയാണ് സാമ്യപ്പെടുത്തുക. എന്താ സാമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഒരു ആൺകുട്ടി ആ തെറ്റ് ചെയ്തെങ്കിൽ ഉടനെ തന്നെ പറയും, പറഞ്ഞിട്ട് കാര്യമില്ല, അത് തന്തന മാതിരി തന്നെ, അതേ ശുണ്ടി, അതേ മുഖം, അതേ സ്വഭാവം. ഇനി മകളാ തെറ്റ് ചെയ്തെങ്കിലോ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഉമ്മന്റെ സ്വഭാവം തന്നെയാണ്, ആ കുടുംബത്തിലൊക്കെ അങ്ങനെ തന്നെ. കേൾക്കാറില്ല. 4ാമത്തെ രീതിയാണ് തെറ്റ് തിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ജനറലൈസേഷൻ, സാമാന്യവൽക്കരണം, പൊതുവൽക്കരണം. ഒരു കുട്ടി ആദ്യമായി ഒരു ഗ്ലാസ് പൊട്ടിക്കുകയാണ്, അറിയാതെ തട്ടിയപ്പോൾ നിലത്ത് വീഴുന്നു, പൊട്ടുന്നു, ഗ്ലാസ് പൊട്ടിക്കുക. അത് കാണുമ്പോൾ രക്ഷിതാവ് പറയും, അതും പൊട്ടിച്ചു, അതും പൊട്ടിച്ചു. എപ്പോ നോക്കിയാൽ പൊട്ടിക്കല പരിപാടി. ഇവൻ ആദ്യമായിട്ടാണ് പൊട്ടിക്കുന്നത്, പക്ഷേ പ്രയോഗിക്കുന്ന പ്രയോഗം അതും പൊട്ടിച്ചു, എപ്പോഴും പൊട്ടിക്കല പരിപാടി. ഒരു ദിവസം നേരം വൈകി വന്നാൽ പറയും, ഇന്നും നേരം വൈകിയല്ലേ, എപ്പോ നോക്കിയാൽ നേരം വൈകല പരിപാടി. ഈ കുട്ടി എപ്പോഴും നേരം വൈകിയ. 2 കുട്ടികൾ അനുജനും ജ്യേഷ്ഠനും അടി കൂടുമ്പോൾ പറയും, ഈ മക്കൾ എപ്പം നോക്കിയാലും അടിയുടല, ഇവർ എപ്പോഴും അടിയുടലോ. 5ാമത്തെ രീതിയാണ് അടിച്ചിട്ടില്ല എന്ന് പറയാത്ത ആരുമില്ല. ഞാൻ ചോദിക്കുന്നു, എന്തിന്റെ പേരിലാണ്? പഠിക്കാത്തതിന്റെ പേരിലാണോ, അല്ലെങ്കിൽ കളിച്ചതിന്റെ പേരിലാണോ, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിലാണോ, അല്ലെങ്കിൽ അച്ചടക്കരാഹിത്യം കാണിച്ചതിന്റെ പേരിലാണോ? എന്തിന്റെ പേരിലായിരുന്നു നമ്മൾ കുട്ടിയെ വേദനിപ്പിച്ചത്? അങ്ങനെ വേദനിപ്പിച്ച കുട്ടികളാണ് ഭാവിയിൽ ഹിറ്റ്ലറായി തീരുന്നത് എന്നാണ് പഠനം നടക്കുന്നത്. ഹിറ്റ്ലർ 6 ലക്ഷത്തോളം 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിന്റെ ചെറുപ്രായം നോക്കിയാൽ അവൻ ഇതുപോലെ പീഡനങ്ങൾ അനുഭവിച്ച ആളായിരുന്നു.
ഞാൻ പറയട്ടെ, ഒരു ചുമരിൽ വരയ്ക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മളോട് ആ കുട്ടിയോട് സ്വീകരിക്കുന്ന ഒരു നിലപാടിന്റെ, ഒരു സ്നേഹത്തിന്റെ സമീപനമാണ്. നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്, നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. എത്ര പേര് തന്നെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിവുള്ളവരെന്ന് കൈപൊക്കിയാട്ടെ. എത്ര പേർ തന്നെ മക്കളെ സ്നേഹിക്കുന്നു? എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം കുട്ടിക്ക് കിട്ടി എന്നതിന്റെ തെളിവെന്താണ്? നിങ്ങൾ കുട്ടിയെ സ്നേഹിച്ചല്ലോ, ആ സ്നേഹം കുട്ടിക്ക് കിട്ടി എന്നതിന്റെ തെളിവ് എന്താകുന്നു? എന്താണ് റെസ്പോൺസ്? മറുപടി എന്താണ്? ചില ഫാമിലി കൗൺസിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കുന്നോ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഓ, ഞങ്ങൾ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. ഭാര്യയെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവെന്താണ്? അവൻ പറയും, ഞങ്ങൾ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്, ഭക്ഷണമൊക്കെ സാധനമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. എങ്കിൽ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾക്ക് തേച്ച് തരാൻ വൈകിയതിന്റെ പേരിൽ, ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായതിന്റെ പേരിൽ നിങ്ങൾ ചൂടാവാറുണ്ടോ? ആ, ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ നല്ല സാധനം തന്നാലേ നിങ്ങൾ സ്നേഹിക്കുന്നു, അല്ലേ? ഇതുപോലെ കുട്ടികൾക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കൂ എന്നതിന്റെ തെളിവെന്താണ്? ആ കുട്ടിക്ക് സ്നേഹം കിട്ടി എന്നതിന്റെ തെളിവെന്താണ്? ഞാൻ ഇത് ചോദിക്കാൻ കാരണം, പല കുട്ടികളെയും കൗൺസിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് 25 വയസ്സുള്ള കുട്ടികളെ, പ്രായമുള്ള ആൾക്കാരെയും കൗൺസിൽ ചെയ്യാറുണ്ട്, 40 വയസ്സുള്ള ആൾക്കാരെയും കൗൺസിൽ ചെയ്യാറുണ്ട്, വലിയവരെയും കൗൺസിൽ ചെയ്യാറുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, എന്നെ ഉമ്മ സ്നേഹിക്കുന്നില്ല, ഉപ്പ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കുട്ടിക്ക് സ്നേഹം കിട്ടി എന്നതിന്റെ തെളിവെന്താണ്? ഫോർ എക്സാമ്പിൾ, വീട്ടിൽ അതിഥികൾ വരുമെന്ന് തീരുമാനിച്ചു, ഭക്ഷണം റെഡിയാക്കി ടേബിൾ മേൽ വെച്ചു. അങ്ങനെ അതിഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ മകൻ, ഒരു 5-6 വയസ്സുള്ള കുട്ടി, ആ സ്റ്റൂളിൽ മേൽ കയറിയിട്ട് ടേബിൾ മേൽ കയറി എന്തോ സാധനം എടുക്കുമ്പോൾ അറിയാതെ ഗ്ലാസ് തട്ടുന്ന, നിലത്ത് വീഴുന്നു, പൊട്ടുന്നു. ഇത് നമ്മൾ ലൈവായി കാണണം. എന്ത് ഒരു രക്ഷിതാവ് പറഞ്ഞാൽ ലൈവായിട്ട് അടിക്കും. എന്ത് ചെയ്യും? അപ്പം പറയും, ഞാൻ ശരിയാക്കി തരാം, പോട്ടെ, എന്നാ ശരിയാക്കി തരട്ടോ. എപ്പോ നോക്കിയാൽ വാപ്പന്റെ അതേ ഇങ്ങനെ. ആ ഗ്ലാസ് പൊട്ടിച്ചത് അതിഥിയുടെ കുട്ടിയാണെങ്കിലോ, സാരല്ല, എന്തോ പറ്റിയോ, സാരല്ല, കാലിലെന്തോ പറ്റിയോ, അത് നമ്മൾ പുതിയ സ്നേഹം ആരോടാണ്? ഇനി ഫാമിലിയിലേക്ക് വരാം. ഫാമിലിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചോറിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരു മുടി കിടക്കണം. എന്തായിരിക്കും ഭർത്താവിന്റെ അവസ്ഥ? എന്തായിരിക്കും ഭർത്താവിന്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ചു. ഒന്ന് നമ്മളുടെ വീട്ടിൽ നിന്ന് ആലോചിച്ചു, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വീട്ടിൽ നിന്ന് ആലോചിച്ചു. ചിലപ്പോ നല്ല എനിക്ക് പറയും, അതേ സ്ഥാനത്ത് ചിലപ്പോ ചോറൊരു ഭാഗത്ത്, പ്ലേറ്റ് വേറൊരു ഭാഗത്ത്, ഇയാൾ വേറൊരു ഭാഗത്ത്. അതാണ്. അതേ സ്ഥാനത്ത് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ്. സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് സുഹൃത്തിന്റെ ഭാര്യ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭാര്യയുടെ, ആ സ്ത്രീയുടെ മുടിയാണ് ഇതിൽ കാണുന്നതെങ്കിൽ, സുഹൃത്തിന്റെ ഭാര്യയുടെ മുടിയാണ് ഈ പ്ലേറ്റിൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യും? പ്ലേറ്റ് അറിയോ? ഇല്ല, അതാരും കാണണ്ടെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് മാറ്റി. സുഹൃത്ത് പോലെ ഭാര്യയോടാണോ സ്നേഹം? സുഹൃത്തിന്റെ ഭാര്യയോടാണോ സ്നേഹം? അതാ ചോദിക്കുന്നത്. സ്നേഹത്തിന്റെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വേർതിരിച്ചിരിക്കുന്നത്? സ്നേഹം ആണ് കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ തെളിവെന്താണ്? നിങ്ങൾക്ക് കുട്ടിക്ക് സ്നേഹം കൊടുത്തു എന്നതിന്റെ തെളിവെന്താണ്? നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹം കൊടുത്തു എന്നതിന്റെ തെളിവെന്താണ്? അതിനാണ് സ്നേഹം കിട്ടണമെങ്കിൽ, സ്നേഹം കൊടുക്കണമെങ്കിൽ വീട്ടിൽ ഒരു 20 മിനിറ്റ് ക്വാളിറ്റി ടൈം, ഗുണപരമായ സമയം ദിവസം ഉണ്ടായിരിക്കണം. നമ്മുടെ കുടുംബസംഗമത്തിൽ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആവട്ടെ, വീടുകളിൽ ഒരു 20 മിനിറ്റ് കുടുംബ സംഗമങ്ങൾ നടക്കട്ടെ. വീട്ടിൽ ഒരു കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, ക്വാളിറ്റി ടൈം. ഞാൻ പറഞ്ഞത് ഗുണപരമായ 20 മിനിറ്റ്, 28 മിനിറ്റ്സ് ക്വാളിറ്റി ടൈം, ഗുണപരമായ സമയം എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഭർത്താവും ഭാര്യയും മക്കളും ഇരിക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിക്കട്ടെ. നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ദിവസവും ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്ത് ഒരു രക്ഷിതാവും കണ്ണീര് കുടിക്കേണ്ടി വരില്ലായിരുന്നു. ആ ഇരുത്തം വെറുതെ ഇരുന്നിരുന്നാൽ പോരാ, TV ഓഫ് ആക്കണം, അവിടെ മൊബൈലുകൾ സൈലൻസ് ആക്കി വെക്കണം, എല്ലാം മാറ്റി വെക്കണം, എന്നിട്ട് ഇരിക്കണം. ഇരിക്കുന്നതിന് ഒരു അകലമുണ്ട്. ഭാര്യയും ഭർത്താവും മക്കളും ഇരിക്കുന്നതിന് ഒരു അകലമുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം നടത്തിലാണ് ഇരിക്കേണ്ടത്. 1-2 അടി അകലത്തിലാണ് ഭർത്താവ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ മക്കൾ ഇരിക്കേണ്ടത്, ഭാര്യ. അതിന് അങ്ങനെ ഇരിക്കാൻ സമയമല്ലല്ലോ. കാരണം നമ്മുടെ അടുക്കലേക്ക് ആണോ മക്കൾ കൂടുതൽ സമയം ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ TV-യുടെ മുമ്പിലാണ്? ചില ആൾക്കാർ TV മുമ്പിലാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രതികരണം കിട്ടിയത്, രണ്ടും സമാണ് സാറേ എന്നാണ്. കാരണം മക്കളും
രക്ഷിതാവും ടി വിന്റെ മുമ്പിലുണ്ടാവും. ഇപ്പൊ രണ്ടും സമാനം. കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല. ഭർത്താവിനോടും ചോദിച്ചു നോക്കൂ, നമ്മളുടെ കുടുംബത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ്. ടെക്സ്റ്റൈൽസിലേക്ക് ഭാര്യയ്ക്ക് സുഹൃത്തിന് വേണ്ടി സാധനം വാങ്ങാൻ പോകുന്ന ഈ ചെറുപ്പക്കാരൻ, ആ സുഹൃത്തിന് എന്തു സെലക്ഷൻ ചെയ്യാനുള്ള സമയത്തിന് ക്ഷമയോടുകൂടി ഇരിക്കുകയാണ്. അതേ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ ആ ക്ഷമ കാണിക്കാറുണ്ടോ? ഒന്നാലോചിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ ഭക്ഷണം കാത്തിരിക്കുകയാണ്, ഭാര്യ ഭക്ഷണം കൊണ്ടുവന്ന് കാത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വൈകിയാൽ പിന്നെ അനൗൺസ്മെന്റ് തുടങ്ങി, പിന്നെ ഒച്ചപ്പാടായിരിക്കും. അതേ സ്ഥാനത്ത് ഈ ചെറുപ്പക്കാരൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണത്തിന് കാത്തിരിക്കുക, റെസ്റ്റോറന്റിൽ കയറി എത്ര മണിക്കൂർ അവിടെ കാത്തിരിക്കാറുണ്ട്? ആ മാനസിക അവസ്ഥയാണോ വീട്ടിൽ കാണിക്കാറുള്ളത്? എവിടെയാണ് ഈ പ്രശ്നം സംഭവിച്ചത്? നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു 20 മിനിറ്റ് ഇന്നെങ്കിലും രാത്രിയിൽ ഇരിക്കും. ആ ഇരുത്തത്തിൽ എന്ത് ചെയ്യണം? തിങ്ങിങ് ലെവലിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല, ഫീലിംഗ് ലെവലിൽ വെച്ച് സംസാരിക്കണം. തിങ്ങിങ് ലെവലിൽ ചിന്താപരമായി സംസാരിക്കാൻ പാടില്ല. എങ്ങനെയാണ്? ഭർത്താവ് ജോലി കഴിഞ്ഞ് വേണ്ടി വന്നു. അപ്പം ഭർത്താവ് പറയാണ് ഭാര്യയോട്, എടി ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോ മാനേജർ എന്നോട് ചൂടായി, എന്നെ പാരാന്ന് വിളിച്ചിട്ട്. അപ്പം ഭാര്യ, നിങ്ങളെ പാരാന്ന് വിളിച്ചോ? നിങ്ങൾ പാരല്ല, നിങ്ങൾ കമ്പിപ്പാര എന്നല്ല പറയാ. അപ്പൊ ഭാര്യ എന്ത് ചെയ്യണം? സാന്ത്വനപ്പെടുത്തണം. സാരമില്ല, പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് കരുത്തുണ്ടാവുക, നിങ്ങൾ സമാധാനിക്കുക. ഭാര്യ തന്റെ അടുക്കളയിലുള്ള വിഷമങ്ങൾ പറയണം. ഞാൻ കുഞ്ഞിനുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് ചുടുവെള്ള കാൽമലായിട്ട് നീറ്റൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഭർത്താവ് എന്ത് പറയും? നീറ്റിട്ട് എങ്ങനെ നീറ്റട്ടെ, നീറ്റ് കക്ക പോലെ നീറ്റട്ടെ, മുമ്പ് എന്നെ നാറ്റിച്ചില്ലായിരുന്നു, ആ നീറ്റൽ ഇപ്പോഴും നീറ്റട്ടെ എന്നല്ല പറയേണ്ടത്. സാരമില്ല, അത് മക്കൾക്ക് വേണ്ടിയല്ലേ, എന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ, എന്റെ സ്വാതന്ത്ര്യം. ആരംഭത്തിൽ ആപത്തിൽ ആലംബമാവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടി ഇറൈഖിൽ ഗുഹയിൽ നിന്നും വന്നപ്പോൾ ജമ്മിലൂനി എന്ന ഖദീജ ബീവിയോട് പറഞ്ഞപ്പോൾ, ആ ഖദീജ ബീവി പുതപ്പിട്ട് മൂട് കൊടുക്കപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ എന്ന് പറയുന്ന ഉത്തമ ഭാര്യ പറഞ്ഞൊരു വാചകമുണ്ട്, വല്ലാഹി കല്ലാ വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല, നിങ്ങൾ ടെൻഷൻ ആവണ്ട. അല്ലാഹ് നിങ്ങളെ കഴിയൊഴിയില്ല, നിങ്ങൾ അല്ലാഹ് കഴിയൊഴിയില്ല. ഇന്നക ലതസിലുർ റഹ്മ, നിങ്ങൾ കുടുംബ ബന്ധം ചാർക്കുന്ന ആളാണ്. ഒരു ഗുണം, വിശേഷണമാണ്. പ്രയാസങ്ങളെയും ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കുന്ന, ഏറ്റെടുക്കുന്ന ആളാണ്. ഇതാണ് കുടുംബത്തിന്റെ ഒരു സന്ദേശം. കുടുംബ ബന്ധം ചേർക്കുന്ന നിബിധങ്ങൾക്ക് ഫസ്റ്റ് ആ ഖദീജ അവിടെ നിബിധങ്ങളോട് പറഞ്ഞോ, നിങ്ങൾ വേണ്ടാത്ത പഠിക്കുന്നുണ്ടല്ലേ, അപ്പുറത്ത് നിങ്ങൾ പോകാൻ ആരെയും പറഞ്ഞത് ഒന്നും ഖദീജ ബി പറഞ്ഞോ? ഇല്ല. ഐ കോണ്ടാക്ട്, കണ്ണോട് ചേർത്ത് സംസാരിക്കണം. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോൾ കണ്ണോട് ചേർത്ത്, മക്കളോട് സംസാരിക്കുമ്പോൾ കണ്ണോട് ചേർത്ത് സംസാരിക്കണം. നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കീശയിൽ നിന്നും ഒരു 20 രൂപയുമായി മകൻ സ്കൂളിലേക്ക് പോയതാണ്, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കാറുള്ളത്? അവൻ അവിടെ ഉണ്ടാവും. ഉമ്മ പറയും, അവിടെ നിന്ന് എന്നെ ശരിയാക്കി തരാം, വാപ്പം കണ്ട് വരട്ടെ, രണ്ടെണ്ണം കിട്ടാത്തതിന് തകരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പോലീസ്, നിങ്ങളൊരു വനിതാ പോലീസ് ആയിട്ട് അവനൊരു പ്രതിയാക്കിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആ കുട്ടിയുടെ പ്രായം നോക്കി സംസാരിച്ചു, ആ കുട്ടിയുടെ പ്രായം നോക്കി നിങ്ങൾ സംസാരിച്ചോ? നിങ്ങളെക്കാൾ, നമ്മളെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള ഒരാൾ നമ്മളോട് ചൂടാന്ന് ഇറങ്ങുന്നത് ആലോചിച്ചു. വേണ്ട, ഒരു പോലീസുകാരനോട് ചൂടാന്ന് ഇറങ്ങുന്നത് ആലോചിച്ചു. പേടിയാവും അല്ലേ? ഈ ഞാൻ ആ കുട്ടിയോട് പറയാണ്, ഇന്ന് ഞാൻ ശരിയാക്കി തരാം, അവിടെ നിന്നോ ഉപ്പ വരട്ടെ. ഈ കുട്ടിക്ക് നിങ്ങൾ കൊടുത്ത നിർദ്ദേശം എന്താണ്? ഒരു ചെടി അത് വളരണമെങ്കിൽ ഒരു ബക്കറ്റ് നിറച്ചു വെള്ളം അപ്പാടെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ മരട് സാവധാനം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഏത് രീതിയിലാണ്? അപ്പാടെ ഒഴിച്ചു കൊടുത്തതാണ്. അങ്ങനെയാകുമ്പോൾ കുട്ടി വളരില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ആ കുട്ടിയുടെ ഷോൾഡറിൽ സ്പർശിച്ചുകൊണ്ട്, അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട്, മോനെ നീ ഉപ്പയുടെ കീശയിൽ നിന്നും കാശ് എടുത്തിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര നല്ല കാര്യമായി. നമ്മൾ സംസാരിക്കേണ്ട രീതി അറിയാത്തതുകൊണ്ടാണ്. ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, കുട്ടി അച്ചടക്കം കാണിക്കുന്നില്ല, കുട്ടി കേൾക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല. ചില ഫാമിലി കൗൺസിലിംഗിലൊക്കെ രക്ഷിതാക്കൾ പറയുന്ന പരാതിയാണ്, കുട്ടി കേൾക്കുന്നില്ല. ഞാൻ പറയാറുള്ളത്, നിങ്ങൾ പറയുന്ന കുട്ടി കേൾക്കുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ENT കാണിപ്പിക്കണം.
കാരണം കുട്ടി കേൾവി ശക്തി ഉണ്ടാവേണ്ട. അപ്പം പറയാനുള്ളത് കേൾക്കലല്ല, അനുസരിക്കുന്നില്ല. 3 തരം അനുസരണയുണ്ട്: അച്ചടക്ക അനുസരണ, പിറുപിറുക്കൽ അനുസരണ, വഴക്കാളി അനുസരണ. നിങ്ങളുടെ മക്കൾ സാധാരണ കുട്ടികളെ പോറ്റി വളർത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. മറ്റേ ഏറ്റവും എളുപ്പമുള്ള കേസ് മനഃശാസ്ത്ര ശൈലി മനസ്സിലാക്കിയത്. 3 തരം അനുസരണ: അച്ചടക്ക അനുസരണ, പിറുപിറുക്കൽ അനുസരണ, വഴക്കാളി അനുസരണ. ഇതിലേത് അനുസരണയാണ് നമ്മുടെ മക്കൾ കാണിക്കാറുള്ളത്? ഏതാ ഉണ്ടാവാറുള്ളത് സ്വാഭാവികമായിട്ടും? അച്ചടക്കാണോ? അച്ചടക്കമാണോ? അല്ലെ പിറുപിറുക്കലാണോ? വഴക്കാളിയാണോ? ചിലപ്പോ 3 ഉണ്ടാവില്ല അല്ലെ? അച്ചടക്ക അനുസരണ എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് പറയാണ്, മോനെ നീ ചെന്നുകൊണ്ട് കടയിൽ പോയി മീമായി കൊണ്ടുവരും. അപ്പൊ ഉമ്മയല്ലേ പറഞ്ഞത്, ഇപ്പയല്ലേ പറഞ്ഞത്, ഇക്കാക്കല്ലേ പറഞ്ഞത്, എന്നാ പോയി മയ കൊണ്ടുവരും. അത് അച്ചടക്ക അനുസരണ. ഇനി പിറുപിറുക്കൽ അനുസരണ: മകൾ ടിവിയിൽ എന്തോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവൻ ക്രിക്കറ്റോ ചിത്രമോ വരച്ചുകൊണ്ടിരിക്കുകയാണ്, കളി പോയി സാധനം വാങ്ങി കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഇവൻ പിറുപിറുക്കും. ഈ ഇമ്മക്ക് നോക്കിയാൽ എന്നോടല്ലാണ് പറയാൻ വേണ്ടത്, ഒരു സാധനം താത്തമാർ വിടല്ലേ, ഓരോട് പറഞ്ഞോളൂ, എന്നിട്ട് എന്നോട് തന്നെ പറയുന്നത് എന്നിങ്ങനെ പിറുപിറുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പറഞ്ഞ ആൾക്കാരായിരിക്കും അത് പിറുപിറുത്ത് പോകുന്നത്. ഇനി വഴക്കാളി എങ്ങനെ ഉണ്ടാവുന്നത്? ഇവിടെ പറയും, മോനെ കിഴപ്പി എന്ന് പറയുമ്പോൾ ഇവൻ ദേഷ്യം പിടിച്ചിട്ട് ഇവന്റെ കയ്യിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്നു, ബേറ്റ് വലിച്ചെറിയുന്നു, ഡോർ അടയ്ക്കുന്നു. ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് അവൻ കടയിലേക്ക് പോകുന്നു. വഴക്കാളി. നമ്മൾ അച്ചടക്കമുള്ള അനുസരണ കുട്ടിയാവണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു ശൈലിയിൽ പറയണം. ഒരു കുട്ടി അവനോട് എത്ര പറഞ്ഞിട്ടും കടയിൽ പോയി മീമായി കൊണ്ടുവരുന്നില്ല. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇവനെ പ്രസവിക്കേണ്ടില്ലായിരുന്നു. കുട്ടി പറഞ്ഞു, എന്നെ പ്രസവിച്ചില്ലെങ്കിൽ പള്ളേന്ന് ഒരു ചവിട്ടാൻ കുതിരിയായിരുന്നു. അങ്ങനെ കുരുത്തക്കേട് ഒഴിവാൻ വേണ്ടിട്ട്, ഭയങ്കര കുരുത്തക്കേടാണ്, കുരുത്തക്കേട് ഒഴിവാൻ വേണ്ടിട്ട് ഓല കൊണ്ടുണ്ടാക്കി കൊട്ടയിലാക്കി ഇറക്കി, കൊട്ടയിലാക്കിയിട്ട് കിണറ്റിലിറക്കിയപ്പോ അവന്റെ പണി എന്താണ്? അതിന്റെ ഈർത്തിലെടുത്തിട്ട് തവളന്റെ കണ്ണു പൊട്ടുക. ഭയങ്കര സഹിക്കാൻ കഴിയുന്നില്ല. പല പരാതികളായിട്ട് വരാണ്ട്, സാറേ കുട്ടി പറയുന്നത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, എന്താ ചെയ്യാ? ഭയങ്കര ഓവർ കളിയാണ്, പഠിക്കുന്നതിൽ പിന്നോട്ടാണ്. നിങ്ങൾ കുട്ടികളെ വളർത്താൻ അറിയാം, പക്ഷെ പോറ്റാൻ അറിയില്ല. അതാ കുട്ടികളെ വളർത്തി തീറ്റി പോറ്റാൻ അറിയാം, പക്ഷെ അവരെ മാനസികമായി വളർന്നു വരാനുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ കുട്ടിയോട് പറയേണ്ട ഒരു ശൈലി, ഒരു ആശയവിനിമയം കുടുംബത്തിൽ പ്രധാനമായി ഉണ്ടാവുന്ന ആശയവിനിമയം. ഏറ്റവും നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ നമുക്ക് തയ്യാറാവും. കാരണം 3 തരം ആശയവിനിമയമുണ്ട് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. നമ്പർ 1, നേരെ ആശയവിനിമയം. ഭാര്യയോട് പറയുന്നു, മോളെ എന്റെ പേഴ്സ് എവിടെയാണ്? ഇപ്പൊ ഭാര്യ, നിങ്ങളുടെ പേഴ്സ് മേശമേലുണ്ടല്ലോ. ഭർത്താവ്, ആ പേഴ്സ് ഒന്ന് എടുത്തു തരാമോ? അപ്പം ഭാര്യ പറഞ്ഞു, ഞാൻ എടുത്തു തരാം. എന്നാ എടുത്തോണ്ട് വരും. ഒരു കുഴപ്പമില്ല, എടുത്തു വരും. ഭാര്യ ചോദിക്കുന്നു ഭർത്താവിന്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോവുകയാണ്. എപ്പോഴെങ്ങനെ തിരിച്ചു വരാം? ഞാൻ 5 മണിയാകുമ്പോൾ എത്തും. ആയിക്കോട്ടെ, വേഗം വരണം കേട്ടോ. ഒരു കുഴപ്പമില്ല. അത് നേരെ സംസാരമാണ്. ഇങ്ങനത്തെ സംസാരം കുടുംബ ജീവിതത്തിന് ഭദ്രമാണ്. ഒരു ക്രോസിന്റെ വിരുദ്ധ സംസാരമുണ്ട്. അതേതാണ്? അത് ഇതാണ്. എന്റെ പേഴ്സ് എവിടെ? ഭർത്താവ് ചോദിക്കുന്നു. ഉടനെ തന്നെ ഭാര്യ, പേഴ്സ് വെച്ചത് നിങ്ങളല്ലേ, വെച്ചെടുത്തുണ്ടാവും. ഭർത്താവ്, അതാണ് എന്നോട് ചോദിച്ചത്, എടുത്തുതരാൻ എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിലും എടുത്തോളൂ. സൗകര്യം ഇങ്ങനെ ഇറങ്ങി പോകണം, എന്നാ പിന്നെ ഞാൻ പോയിക്കോളാം. ഇതാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ചിലപ്പോ വീട്ടിലേക്ക് വന്ന് ഭാര്യ ഭർത്താവ് ചോദിക്കും, ഭക്ഷണം റെഡിയായോ? ഗ്യാസ് തീർന്നു പോയി, ആകെ 2 കയ്യല്ലുള്ളൂ. സ്ഥിരമായിട്ട് ഇങ്ങനെ ക്രോസ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം? ഒരാൾ തോറ്റു കൊടുക്കണമെന്ന്. ഒരാൾ മോളെ പേഴ്സ് എവിടെ? അത് വെച്ചെടുത്തിട്ടുണ്ടാവും, നിങ്ങളല്ലേ വെച്ചത് എന്ന് പറയുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യണം? എന്നാ പിന്നെ ഞാൻ എടുത്തോളാം എന്നൊരു പാട്ടും പാടി അങ്ങനെ പോവുക. ആൾ തോറ്റം കൊടുക്കുക, പ്രശ്നം കഴിഞ്ഞു. ഇങ്ങനെ ക്രോസ്ഡ് സംസാരങ്ങൾ വരുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത് കുടുംബത്തിൽ. അത് എവിടെയെങ്കിലും പോയിന്റുകളിൽ നിന്നും മാറിയിട്ട് ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കാൻ തയ്യാറാവും. ഞാൻ പറഞ്ഞു, ആശയവിനിമയം ഈ നേരത്തെ കൂടിയിരുത്തൽ ഒരു ആശയവിനിമയം. ഐ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കണം. അവിടെ നമ്മൾ പോയത് കണ്ണോട് ചേർന്ന് സംസാരിക്കണം. ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. ഒരു സ്പർശനം, ഒരു സ്നേഹത്തിന്റെ തരംഗം പാസ് ചെയ്യട്ടെ. അവിടെ മക്കൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കട്ടെ. ഒരു ദിവസം ഒരു കുട്ടി വന്ന് ചോദിച്ചു, ഉപ്പ യുദ്ധം ഉണ്ടാവുന്നത് എങ്ങനെയാണ്?
അപ്പൊ വാപ്പ പറഞ്ഞു അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞു വെച്ചപ്പോ ഭാര്യയുടെ അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവൻ ഭർത്താവ് ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞല്ല, നീ അതിന് ചൂടാവാൻ നിൽക്കണമെന്ന്. ഉദാഹരണം പറയുമ്പോൾ ഉള്ള ഉദാഹരണം പറഞ്ഞാൽ പോലെ അമേരിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ എന്ന് പറയും. ഇത് കേട്ട് യുദ്ധം ഉണ്ടാകുന്നത് ഇപ്പൊ മനസ്സിലായി എങ്ങനെ യുദ്ധം ഉണ്ടാകുന്നത്. ഈ യുദ്ധം കണ്ടുപഠിക്കുകയാണ് മക്കൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു ആ ഇരുത്തത്തിൽ അവർക്ക് ചോദിക്കാനും പറയാനും കഴിയണം. ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായ വികസനം നടത്തുന്നത് ജൂതന്മാരാണ്, ക്രിസ്ത്യാനികളാണ്. ജൂതന്മാരിലാണ് ഐൻസ്റ്റീനും തോമസ് ആൽവ എഡിസണും സിഗ്മണ്ട് ഫ്രോയിഡും ജൂതനാണ്. അവർക്ക് ഇങ്ങനെ വളർന്നു വരുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്തിയപ്പോൾ അവരുടെ രക്ഷിതാക്കൾ അവർക്ക് അന്വേഷണത്തിലുള്ള തുര കൊടുക്കുകയായിരുന്നു. ഒരു 200 രൂപയുടെ കളിക്കോപ്പുമായി കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇന്നലെ വാങ്ങിക്കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പൊ കഥ അവർ തുറന്ന് പൊട്ടിക്കാൻ നോക്കുകയാണ്. നമുക്കത് ദേഷ്യം പിടിക്കും, കാരണം 200 രൂപയുടെ വില നമുക്കറിയാം. പക്ഷേ ആ 200 രൂപയേക്കാളുള്ള അന്വേഷണ ബുദ്ധി ആ കുട്ടിയിലുണ്ട്. ഈ ബുദ്ധി ആര് വാങ്ങിക്കൊടുക്കും? അവർക്കിടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ കഴിയണം. അവർ അന്വേഷണത്തിനുള്ള കഴിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കണം. അപ്പോഴേ അവർ ഭാവിയിലേക്ക് എത്തും. ഞാൻ പറയാം, ചിലപ്പോൾ പ്രോഗ്രസ് കാർഡുമായി വീട്ടിലേക്ക് വരുന്ന മക്കളുണ്ടാവും. അവര് ഇംഗ്ലീഷിന് 5 മാർക്ക്, കെമിസ്ട്രിക്ക് 45 മാർക്ക്, ബയോളജിക്ക് 48 മാർക്ക്. നമ്മൾ ഏത് മാർക്കിലേക്കാണ് നമ്മൾ നോക്കാം? ഇംഗ്ലീഷിന് 5, കെമിസ്ട്രിക്ക് 40, ബയോളജിക്ക് 45. ഏത് മാർക്കിലേക്ക്? 5ലേക്ക്. കുട്ടികൾ പറയുന്ന 5ലേക്ക്. ഇനി വേറെ ആ ഉത്തരം പറയാം. കുട്ടികൾ പറയുന്ന 5ലേക്ക്. മക്കൾ പറഞ്ഞാൽ എത്ര മാർക്കിലേക്ക്? കുറഞ്ഞ മാർക്കിലേക്കാണോ കൂടുതലേക്ക് ആവുക? കുറഞ്ഞതിലേക്ക് നോക്കി എന്തിനായിരുന്നു? സമ്മാനം തരാനായിരുന്നു, അടി കിട്ടാൻ. കുട്ടികൾ പറഞ്ഞു. ഇനി നമ്മൾ വേറെ ഒന്നും പറയണ്ട. നമ്മൾ കുറഞ്ഞതിലേക്ക് നോക്കുന്നു. എന്തിനാണ്? എവിടെ പോയടാ ബാക്കി മാർക്ക്? ഈ കുട്ടിയാണ് ഭാവിയിൽ ഒന്നുമല്ലാതായി പോകുന്നത് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. 5 മാർക്ക് കിട്ടിയ കുട്ടിയോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ സമ്മാനത്തിനല്ല, നിങ്ങൾ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനല്ല, ഇതിന്റെ കുറവ് എവിടെ കണ്ടെത്തിയെന്നാണ്. പക്ഷേ അതല്ലേ എന്ന് പറയേണ്ടിരുന്നത്. മോനെ, നിനക്കിതാ കെമിസ്ട്രിയിൽ 45 ഉണ്ടല്ലോ, ബയോളജിക്ക് 40 ഉണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ട്, നീ ഉഷാറാവും. അടുത്ത തവണ ഇംഗ്ലീഷിലും നല്ല മാർക്ക് വാങ്ങണം, നീ എന്റെ കുട്ടിയല്ലേ എന്ന് പറയണം. വീട്ടിലേക്ക് അതിഥികൾ വന്നപ്പോ ഒരു അതിഥി പറഞ്ഞു, എന്റെ മകൻ IAS പാസ്സായി ഫസ്റ്റ് റാങ്ക് ലഭിച്ചിരുന്നു. അപ്പൊ വീട്ടിൽ സ്വന്തം മകൻ ഉണ്ടാവും, വാപ്പയും ഉമ്മയൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പൊ വാപ്പ പറയും, ഇവിടെ ഉണ്ട് ഒരു പഹയൻ, അള്ളാഹ്ക്കറിയാം എന്നാ IAS പാസ്സാകുക. അത് ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തലാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, 1ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായതിനു ശേഷം ആ കുട്ടിക്ക് നിങ്ങൾ ഷെയ്ക്കാൻ കൊടുത്ത ആൾക്കാരൊന്ന് കൈപൊക്കി. ജയിച്ചു എന്ന വാർത്ത പറഞ്ഞപ്പോൾ നിങ്ങൾ ഷെയ്ക്കാൻ കൊടുത്ത ആൾക്കാരൊന്ന് കൈപൊക്കിയാണ്. പിന്നെ എങ്ങനെ മക്കൾ ഡോക്ടർ ആവുക? നിങ്ങളുടെ മക്കൾ ഇനി ഭാവിയിൽ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ് തുടങ്ങിയ മേഖലയിൽ വളരണോ? കുട്ടികൾ കിട്ടേണ്ട 3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒന്ന് ഫിസിക്കൽ നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ് ആൻഡ് സ്പിരിച്വൽ നീഡ്സ്. 3 നീഡ്സുകളുണ്ട്. ഒന്ന് ശാരീരിക ആവശ്യം, മാനസിക ആവശ്യം, ആത്മീയ ആവശ്യം. നിങ്ങൾ ശാരീരിക ആവശ്യം നിറവേറ്റി കൊടുക്കുന്നുണ്ട്. വസ്ത്രങ്ങൾ ഇഷ്ടം പോലെ പണം കൊടുത്തിട്ട് നിങ്ങൾ വസ്ത്രം ചെലവഴിക്കുന്നുണ്ട്, ഭക്ഷണത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടിയുടെ മാനസിക ആവശ്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, കുട്ടിക്ക് സ്നേഹം കൊടുക്കുന്നില്ല, സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അംഗീകാരം കൊടുക്കുന്നില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ പണം ചെലവഴിക്കുന്നതല്ല. കുട്ടിക്ക് കൊടുക്കുന്നത് നിങ്ങൾ സ്നേഹം കാഴ്ചയിലൂടെ കൊടുക്കണം, കേൾവിയിലൂടെ കൊടുക്കണം, അനുഭവത്തിലൂടെ കൊടുക്കണം. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. കാഴ്ചയിലൂടെ എന്ന് പറഞ്ഞാൽ ഇത്തവണ പരീക്ഷ പാസ്സായി എന്ന് വരുമ്പോ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാം. കേൾവിയിലൂടെ കൊടുക്കൽ എങ്ങനെയാണ്? 4 ആൾക്കാരെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാം, എന്റെ മകൻ ഇപ്രാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട്, നല്ല കുട്ടിയാണ്, മാർക്ക് വാങ്ങിയിട്ടുണ്ട്, ഡോക്ടറാക്കണമെന്നാണ് എന്റെ നിശ്ചയം. അനുഭവത്തിലൂടെ കൊടുക്കൽ എങ്ങനെയാണ്? ഒരു ചുംബനമാണ്. ഇത് കിട്ടാതെ വളരുന്നുവെങ്കിൽ കുട്ടികൾ വളരില്ല, കുട്ടികൾ തിരിഞ്ഞു വളരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വളർത്തുമ്പോൾ നാം മനസ്സിലാക്കണം, മക്കളുടെ വളർച്ചയ്ക്ക് കുടുംബത്തിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നമ്മൾ തയ്യാറാണ്. എന്റെ അടുക്കൽ കൗൺസിലിംഗിൽ വന്ന ഒരു കുട്ടിയുടെ പ്രശ്നം എന്താണ്? കുട്ടി പഠനത്തിൽ പിന്നോട്ട്, ഈ മാർക്കാണ്, ഈ മാർക്കുകൾ വളരെ പിന്നോട്ട് മാർക്ക്. കൗൺസിൽ ചെയ്തപ്പോൾ കിട്ടിയ 2 വിവരം. ഒന്ന്, കുട്ടി TV കാണുന്ന, സ്ഥിരം TV കാണുന്ന കുട്ടിയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ TVയുടെ ചിത്രങ്ങളാണ് വരുന്നത്.
രണ്ടാമത്തെ കുട്ടി, രണ്ടാമത്തെ പ്രശ്നം, വാപ്പയും ഉമ്മയും തമ്മിൽ നല്ല രൂപത്തിലല്ല, പ്രശ്നത്തിലാണ്. നല്ല കുടുംബമാണ് എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ ജനിച്ചവരാണ്, പക്ഷേ പ്രശ്നങ്ങളാണ്. ഒരു ഫാമിലി കൗൺസിലിംഗിൽ ഒരാള് സാധാരണ ഭർത്താവ് 9 മണിക്കാണ് വരാറുള്ളത്. ഒരു ദിവസം 3 മണിക്ക് കറക്റ്റ് 3 മണിക്ക് അപ്പൊ ഭാര്യ പറഞ്ഞു, ഓ എന്നോട് സ്നേഹം ഭർത്താവ് നേരത്തെ തന്നെ വന്നത്, എന്തൊരു ഇഷ്ടമാണ്, സ്നേഹമുണ്ടല്ലേ എന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഞാൻ ജോലി ചെയ്തപ്പോൾ മാനേജർ ഞാനുമായിട്ട് തെറ്റിലായി. അപ്പം മാനേജർ പറഞ്ഞു, ഇവിടെ നിൽക്കുന്നേക്കാൾ നല്ലത് ഏതൊക്കെ നരകത്തിൽ പോകുന്നതാണ്, അങ്ങനെ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്, നേരിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അവിടെ ഒരു ഫാമിലി കൗൺസിലിംഗ് ഭരണം നടത്തുന്നത് വീടുകളിൽ ചിലപ്പോൾ ഭാര്യയായിരിക്കും, ചിലപ്പോൾ ഭർത്താവായിരിക്കും. അതല്ല, ഭരണം ഭാര്യ ഭർത്താവ് പ്രയോഗം പാടില്ല, ഇണകളാണ്. രണ്ടുപേരും യോജിച്ചു കൊണ്ടുപോകേണ്ട തോണിയാണ് ജീവിതം, ദാമ്പത്യം. ഫാമിലി കൗൺസിലിംഗ് ആണുങ്ങൾ മാത്രമുള്ള ഒരു ക്ലാസ്. 1000 ആളുകൾ പങ്കെടുത്ത ആ ക്ലാസ്സിൽ കൗൺസിലർ ചോദിച്ചു, ഫാമിലി കൗൺസിലർ ചോദിച്ചു, ഭാര്യയുടെ അധീനതയിൽ നിൽക്കുന്ന ആൾക്കാർ കടന്നു വരുന്നു, ഭാര്യയുടെ അധീനതയിൽ, ഭാര്യ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ, അധീനതയിൽ നിൽക്കുന്ന ആൾക്കാർ കടന്നു വരുന്നു. റോക്കറ്റ് വേഗതയിൽ 999 ആൾക്കാരും ഇയാളടുത്ത് ഓടി വന്നു. ഒരാള് മാത്രം വന്നു. അപ്പൊ ചോദിച്ചു, കണ്ടോ ഇയാളെ പോലെയാണ്, ഇയാളാണ് വളരെ ഉഷാർ, ഇയാൾ ഭാര്യയുടെ അധീനതയിലൊന്നല്ല, നിങ്ങളുടെ അനുഭവം പറയൂ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഈ ക്ലാസ്സിൽ വരുമ്പോ എന്റെ ഭാര്യ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പല ആൾക്കാരും വിളിക്കും, അനങ്ങി പോകാൻ പാടില്ല. അങ്ങനെ ഒരു കൗൺസിലറിന്റെ അടുത്ത് ഈ ഭാര്യയുടെ അധീനതയിൽ നിന്നും നിൽക്കുന്നത് ഒഴിവാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എന്താ പരിഹാരം? എത്ര മരുന്നോ പരിഹാരം കിട്ടാതെ അവസാനം കൗൺസിലർ പറഞ്ഞു, ഒരു ഫുട്ബോളായിട്ട് പോവാ, എന്നിട്ട് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് പറയാ, പുല്ലാണ് പുല്ലാണ്, ഭാര്യ പുല്ലാണെന്ന് പറയാന്ന് പറഞ്ഞു. അങ്ങനെ കടുവാളുമായിട്ട് ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോ ഇയാള് പറഞ്ഞു, പുല്ലാണ് പുല്ലാണ്. ഇത് കേട്ടപ്പോ തന്നെ ഭാര്യ അടുക്കള വലിയ കൊടുവാളുമായിട്ട് വാങ്ങി. എന്താണ് നീ വിളിച്ചത്? പുല്ലാണ് പുല്ലാണ്, മൊത്തം നിറച്ചും പുല്ലാണ്. എന്നോട് അങ്ങനെ അരിക്കാൻ തുടങ്ങി. ഇതാണ് അവസ്ഥ വീടുകളിൽ. ഈ കണ്ട് വളരുന്ന കുട്ടികളാണെങ്കിൽ അത് മോഡൽ ചെയ്യുമെന്നാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാനസികമായ ഡിപ്രഷനുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, വിഷാദരോഗം. ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളുടെ മനസ്സുകളെല്ലാം വിഷാദാവസ്ഥയിലാണ്. എന്താ കാരണം? ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പ്രശ്നം തീർന്നു കിട്ടുന്നില്ല. ഇനി ഞാൻ പറയട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. നല്ല കുടുംബമാവാൻ തയ്യാറാണ്. നമ്മളുടെ എല്ലാ പെരുമാറ്റവും മോഡൽ ചെയ്യാൻ മക്കൾ കഴിയും. ഈ അടുത്ത ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കിട്ടിയ ഒരു അനുഭവം എന്താണ്? ഒരു 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ നിന്നും ഇന്റർവെല്ലിന് വിട്ടു എല്ലാ കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടി എന്ത് ചെയ്തു? ഓടിയിട്ട് വെള്ളത്തിൽ ദാഹിച്ചു, ഓടിയിട്ട് ക്ലാസ് റൂമിലേക്ക് ചെന്നു. നോക്കുമ്പോ തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളം കിട്ടി, അത് കണ്ട് കുടിച്ചു. കുടിച്ചപ്പോഴാണ് അവന് ബോധ്യം വന്നത്, ഇതിൽ വെള്ളം അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചർ പിടിക്കും, കുട്ടി അങ്ങ് പറഞ്ഞു കൊടുക്കാറ്. അപ്പൊ അവൻ അതിന് പരിഹാരമായി ചെയ്തെന്താന്ന് ചോദിച്ചാൽ, നേരെ ഇങ്ങോട്ട് മാറി എന്നിട്ട് നല്ല രൂപത്തിൽ അതിൽ മൂത്രം ഒഴിച്ചു വെച്ചു, അതിലേക്ക് മൂത്രം ഒഴിച്ചു ബാഗിൽ വെച്ചു. ടീച്ചർ വന്നു, ക്ലാസ് എടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മൂത്രത്തിന്റെ വാസന എവിടുന്നാണ്? ഒരു കുട്ടിയുടെ ബാഗിലാണ്. പരിശോധിച്ചു, ആരാണ്? ഒരു കുട്ടി പറഞ്ഞു, ഞാനാ ചെയ്തത്. അവനെ കൗൺസിലിംഗിന് വിധേയമാക്കിയാണ്. അവനോട് ചോദിച്ചു, മോനെ നീ എന്തിനാണ് അങ്ങനെ മൂത്രമൊഴിച്ചത്? അപ്പൊ അവൻ പറഞ്ഞു, അവന്റെ അനുഭവങ്ങൾ പറഞ്ഞു. ഞാനും ഉമ്മയും ഉപ്പയും പേരാമ്പ്ര ടെക്സ്റ്റൈൽസ് സാധനം വാങ്ങാൻ പോയപ്പോൾ അവിടുന്ന് ഉപ്പക്ക് മൂത്രമൊഴിക്കാൻ വന്നപ്പോ ഒരു മറയുടെ എന്ന് പറഞ്ഞാൽ കടയുടെ പിന്നിൽ ഒരു കുഴി കുഴിച്ചു. ഉപ്പ അതിൽ മൂത്രമൊഴിക്കുന്നുണ്ടായിരുന്നു. മൂത്രമൊഴിച്ചു. കുട്ടിയോട് ചോദിച്ചു, നീ അത് കണ്ടിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിലായത്? അത് ഉപ്പയും ഉമ്മയും വീട്ടിൽ വന്നപ്പോ അവർ ഇത് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ കേട്ടതാണ്. ഇത് രണ്ടും പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യേണ്ടിയിരുന്നു? വെള്ളം കുടിച്ചിട്ട് പുറത്തുപോയി അങ്ങനെ ഒരു കുഴി കുഴിച്ച് അതുപോലെ ചെയ്താൽ പോരെ. ആ സമയത്ത് കുട്ടി പറഞ്ഞത്, ഞാൻ അതൊക്കെ വിചാരിച്ചെങ്കിലും പെട്ടെന്നാണ് എന്റെ മനസ്സിലേക്ക് ഒരു സിനിമയിലെ രംഗം എനിക്ക് ഓടി വന്നത്. ഏതോ ഒരു സിനിമയിലെ ഒരു നടൻ എന്തോ രക്ഷപ്പെടാൻ വേണ്ടി മൂത്രമൊഴിക്കാൻ വന്നപ്പോ ഈ കുപ്പിയിൽ മൂത്രമൊഴിച്ച ഒരു രംഗം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒന്ന് ആലോചിച്ചു.
പെൻഫീൽഡ് പറയുന്നു, മനഃശാസ്ത്രം, ഒരു വ്യക്തിയുടെ തലച്ചോറിൽ സർജറി നടത്തിയ ശേഷം പറയുകയാണ്, എന്താ പറയുന്നത്, ഒരു കുട്ടിയെ ഓർമ്മിക്കപ്പെടാനുള്ള അവസ്ഥ 6 മാസമാകുമ്പോൾ, ജനിച്ച 6 മാസമാകുമ്പോഴേക്കും എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നാണ്. നിങ്ങളൊരു കുട്ടിയെ വെച്ചുകൊണ്ട് ഒരു നാടകത്തിന്റെ എന്തെങ്കിലും മുന്നിൽ വെച്ച് നോക്കൂ, കുട്ടി അതുപോലെ കളിക്കും. ഒരു ദഫ് മുട്ടുന്നത് കണ്ടാൽ കുട്ടി അതുപോലെ കളിക്കും, അനുകരിക്കുമെന്നാണ്. അത് വാചകം അനുകരിക്കും, പ്രവർത്തനങ്ങൾ അനുകരിക്കും. അതുകൊണ്ട് ഫാമിലിയിൽ നല്ല കുട്ടികളാവണമെങ്കിൽ ഒരിക്കലും കുട്ടികളോട് വെച്ചുകൊണ്ട് ഒരു മോശമായ പ്രവർത്തനമോ ഒന്നും തന്നെ കുട്ടികൾ കാണാൻ ചെയ്യാൻ പാടില്ല. ഒരു 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന ആ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന 1-ാം ക്ലാസ് 2-ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 5 or 6 വയസ്സ്. അപ്പൊ 1-ാം ക്ലാസ്സിലെ കുട്ടി എന്ത് ചെയ്യുന്നു, ഛർദ്ദിക്കുന്നത് പോലെ വന്നു. അപ്പൊ 2-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ചോദിക്കാണ്, മോളെ ഗർഭമുണ്ടോ? ഇത് എവിടുന്ന് കുട്ടി അനുകരിച്ചു? എങ്ങനെയാണ് കുട്ടികൾ വൈദഗ്ധ്യമെന്ന് നമ്മൾ അറിയണം. ഞാൻ ചുരുക്കുകയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നല്ലൊരു കുടുംബം ഉണ്ടാവണം. അവസാനമായി ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടി നന്നാവണമെങ്കിൽ, ഒരു കുടുംബം നന്നാവണമെങ്കിൽ, ഒരു കുട്ടി നന്നാവണമെങ്കിൽ ഏത് ടൈം മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു കുട്ടി നന്നാവണമെങ്കിൽ ഏത് ടൈം മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഗർഭിണിയായിരിക്കുമ്പോൾ ഏത് പാട്ട് പാടിയപ്പോഴാണോ, ഏത് പാട്ടാണോ പാടിയത് ആ പാട്ട് പാടിയപ്പോൾ കുട്ടി ഉറങ്ങി എന്നാണ്. രണ്ടാമത്തെ സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എരിവുള്ള വസ്തുക്കൾ തിന്നാറുണ്ടായിരുന്നു. ജനിച്ച കുട്ടിക്കും എരിവുള്ള വസ്തുവിനോട് താല്പര്യം വന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞനെ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തിയത്, ഒരു കുട്ടിയെ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ 4 or 6 മാസമാകുമ്പോൾ തന്നെ പുറമേയുള്ള അവസ്ഥകൾ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് എന്നാണ്. സ്ത്രീയുടെ ആൻസൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ വിചാര ചിന്തകളും കുട്ടിക്ക് ബാധിക്കുന്നു എന്ന് അവർ വിലയിരുത്തി. എന്ന് പറയുമ്പോൾ 3-4 രീതിയിൽ ഒരു സ്ത്രീയുടെ മനസ്സ് പോകാം. അറിയാതെയാണ് ഇപ്പോൾ പ്രഗ്നന്റ് നടക്കുന്നത്. നടന്നതിന് ശേഷം വേണ്ടില്ലായിരുന്നു, ഇപ്പോൾ വേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന സ്ത്രീയാണെങ്കിൽ ആ കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞൻ ജനിച്ചു വളരുമ്പോൾ ചിന്തിക്കുന്നത് ജനിക്കേണ്ടില്ലായിരുന്നു, ജനിക്കേണ്ടില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇനി സ്നേഹത്തോടു കൂടി തന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞൻ നല്ല വളർന്ന് ഉഷാറാവട്ടെ എന്ന രീതിയിൽ ഭർത്താവിന്റെ, അമ്മായിമ്മയുടെ, വീട്ടുകാരുടെ, ഇവളുടെ പെരുമാറ്റം നല്ല രീതിയിലാണെങ്കിൽ ഈ കുട്ടിയുടെ ശാരീരിക മാനസിക ആരോഗ്യം നന്നാവുന്നതാണ്. പ്രഗ്നന്റ് ആയപ്പോൾ അതിനെ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഗുളിക കഴിച്ചു, കൊല്ലാൻ വേണ്ടി. അതിൽ മരിച്ചില്ല. അപ്പോഴാണ് ഈ കുട്ടി ജനിച്ച ശേഷം വളർന്നു വലുതായിട്ട് ഈ കുട്ടി ഈ മാതാവിനെ കൊല്ലുകയാണെങ്കിൽ പഠിപ്പിച്ചത് ആദ്യം ഈ മാതാവാണ്. 4-ാമത്തെ രീതി, വേണം വേണ്ട എന്ന ഒരു അവസ്ഥയിലൂടെ, സന്തോഷമുണ്ട് ദുഃഖമുണ്ട് ഈ അവസ്ഥയിലൂടെ വരുന്നതാണെങ്കിൽ അതും കുട്ടിക്ക് ബാധിക്കുന്നതാണ്. മനഃശാസ്ത്രം ഇതിലൂടെ കണ്ടെത്തിയിട്ട് ഈ അടുത്ത് മനോരമയിൽ, മലയാള മനോരമയിൽ പത്രത്തിൽ സെപ്റ്റംബർ മാസം 12-ാം തീയതി പത്രത്തിൽ ഗർഭസ്ഥ ശിശുവും വേദന അറിയും, സ്നേഹം അറിയും, തലോടൽ അറിയും എന്ന് കാണാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു, ഒരു കുട്ടി ഗർഭിണിയായാൽ, ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവരുടെ ഭർത്താവിന്റെ പെരുമാറ്റം, എല്ലാവരുടെ പെരുമാറ്റം, ഇവരുടെ ചിന്തകളും മൊത്തം നന്നാക്കണം. അത് ആ കുട്ടിയുടെ മാനസിക ആവശ്യത്തിന് പ്രധാനമാണ് എന്നാണ്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഉമ്മമാരെ മുഹീദ്ദീന്മാരെയും ഫീസത്തുമാരെയും ഖുർആൻ ഓതാൻ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടി വായിക്കണം. മനഃശാസ്ത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്കിൽ ഈ കഥ കേൾക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു പിതാവ് പരാതിയുമായി വരികയാണ്. എന്താ പരാതി? എന്റെ കുട്ടി എന്നെ അടിക്കുന്നു, എന്റെ കുട്ടി എന്നെ അടിക്കുന്നു. ഉമർ റളിയല്ലാഹു ആ കുട്ടിയെ വിളിക്കാൻ പറഞ്ഞു. കുട്ടിയെ വിളിച്ചു. മോനെ, പിതാവിനെ അടിക്കാൻ പാടില്ല, പിതാവിനെ അടിക്കാൻ പാടില്ല, നിന്നെ പോറ്റി വളർത്തിയാണല്ലോ, അടിക്കാൻ പാടില്ല. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ അനുസരിക്കും. എങ്കിൽ ആ കുട്ടി ചോദിക്കുന്നു, എങ്കിൽ ഒരു ഉപ്പയ്ക്ക് മകനുള്ള കടമ എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മകൻ നന്നാവാൻ നല്ല ഭാര്യയെ വിവാഹം കഴിക്കുക, മക്കൾ നന്നാവാൻ നല്ല ഭാര്യയെ വിവാഹം കഴിക്കുക, മക്കൾ നന്നാവാൻ നല്ല ഭാര്യയെ വിവാഹം കഴിക്കുക, നല്ല പേരിടുക, മതവിദ്യ പഠിപ്പിക്കുക. ഈ 3 കാര്യം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉടനെ കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മ അഗ്നി ആരാധകയാണ്, എനിക്കിട്ട പേരിന്റെ അർത്ഥം കരിവണ്ട് എന്നാണ്. ഞാൻ ജനിച്ച ഉടനെ എന്റെ കയ്യിൽ വടിയെടുത്ത് ആടിനെ മേക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്.
ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പരാതിയുമായി എന്റെ അടുക്കൽ വരാൻ പാടില്ല, കാരണം നിങ്ങൾ കുട്ടിക്ക് മതവിദ്യ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടി നന്നാവാൻ ഒരു മനഃശാസ്ത്രം പോലും പറയാത്ത ഒരു മേഖലയിലേക്ക് ഇസ്ലാം പറഞ്ഞു. എന്താണ്? ഒരു മക്കൾ നന്നാവണമെങ്കിൽ നല്ല ഭാര്യയെ വിവാഹം കഴിക്കണം. ഭാര്യയും ഭർത്താവും നല്ല അവരാണെങ്കിൽ, അവരുടെ രക്തം നല്ലതാണെങ്കിൽ മക്കളുടെ രക്തവും നന്നായി തീരും. അതാണ് മാതൃഭൂമി ആരോഗ്യമാസികയിൽ റിപ്പോർട്ട് വന്നത്. എന്താണ് റിപ്പോർട്ട്? ഭാര്യയുടെയും ഭർത്താവിന്റെയും രക്തം നല്ല രക്തമാണെങ്കിൽ അതിൽ ജനിക്കുന്ന കുട്ടികളും നല്ലതായിരിക്കും എന്ന് അവർക്ക് അത്രത്തോളം പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിവാഹം കഴിക്കപ്പെടുന്ന 4 കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, കുടുംബം, അതുപോലെ തറവാട് നോക്കിയിട്ട്, പണം നോക്കിയിട്ട്, സൗന്ദര്യം നോക്കിയിട്ട്, ദീൻ നോക്കിയിട്ട് വിവാഹം കഴിക്കുമ്പോൾ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുക. ഈ ഭക്ഷണം കഴിക്കുന്നത് ഹലാലിന്റെ ഭക്ഷണമാണ്. രക്തം നന്നാവണം എങ്കിൽ മക്കളും നന്നാവും. അതോടൊപ്പം തന്നെ നല്ല പേരിടുക. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം അറിയുന്നവരൊന്നും കൈപൊക്കിയാട്ടെ. മക്കൾക്കിട്ട പേരിന്റെ അർത്ഥം അറിയുന്നവർ നല്ല അർത്ഥമാണോ ഒന്ന് ആലോചിക്കുക. ഇപ്പം പേര് നൽകുകയാണെങ്കിൽ ഫാഷൻ പേരുകൾ ഇടാറുള്ളത്. ഫാത്തിമ റിലയൻസ്, ആയിഷ ഇൻകമിംഗ്, റുക്കിയ നോക്കിയോ, മുഹമ്മദ് SMS, അബ്ദുൽ കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള പല മോഡൽ പേരുകളാണ്. സുജു, ഫിജു, റിജു. രണ്ടക്ഷരമൊക്കെ വേണോ? ചിലപ്പോൾ വിളിച്ചു പറയാറുണ്ട് 2 അക്ഷരം വേണോ. അപ്പൊ എന്നോട് പറയാൻ ഞാൻ പറയാറുള്ളത് പാബി എന്നിട്ടാ മതി. ആകെ 2 അക്ഷരമേ ഉള്ളൂ, പാബി. ചില ആൾക്കാരെ കൂട്ടിയിട്ട് പേരിടും. സുബൈദ അല്ലെങ്കിൽ സുബൈർ, ജുമൈല, രണ്ടും കൂടി കൂട്ടിയിട്ട് സുജു. നല്ല പേര്, അർത്ഥമുണ്ടോ? ഇല്ല. സൗജത്ത്, ചില പെൺകുട്ടിയുടെ പേരാ സൗജത്ത്, അടിപൊളി പേരാണ്. അർത്ഥം ഭാര്യ. ബാപ്പ മകളെ വിളിക്കാണ് സൗജത്തെ എന്ന് പറഞ്ഞാൽ ഭാര്യയെ. റൗസിയ, നല്ല കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ അർത്ഥം അത് മലിനമായ കാഷ്ടം എന്ന അർത്ഥമാണ്. നോക്കിയാട്ടെ, ഇങ്ങനെയുള്ള പേരുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ നന്നാവണം, നമ്മുടെ കുടുംബം നന്നാവണം, നല്ല കുടുംബങ്ങളായി തീരണം. നിങ്ങളുടെ വീടുകൾ ചിലപ്പോൾ പണിതിരിക്കുന്നത് അത് ഓളോബ്രിക്സ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കട്ടകളെ കൊണ്ടായിരിക്കാം. ആ കട്ടകൾ കൊണ്ട് പണിത വീടാണെങ്കിൽ അത് ഹൗസ് ആകുന്നു. ഹൗസ് എന്ന് പറയുന്നതും ഹോമും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഹൗസ് നിങ്ങളുടെ ഹോമായി മാറിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ കട്ടകളെ കൊണ്ടും മറ്റും പണിത വീടുകൾക്കാണ് ഹൗസ് എന്ന് പറയുന്നത്. ഹൃദയം കൊണ്ട് പണിത, കൈകളെ കൊണ്ട് പണിതതല്ലാത്ത ഹൃദയം കൊണ്ട് പണിത, തലച്ചോറുകളെ കൊണ്ട് പണിത, മനസ്സുകൊണ്ട് പണിതതാണെങ്കിൽ അത് ഹോമാകുന്നു. വീടുകൾ വീടായാൽ പോരാ, ഭവനങ്ങളാവണം. അങ്ങനെ ഭവനങ്ങളാകുമ്പേ അവിടെ പ്രകാശം ഉണ്ടാകും. ഇന്ന് പല വീടുകളും നല്ല സൗകര്യങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളുണ്ട്, ലൈറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞതുപോലെ സ്നേഹം അവിടെ കിട്ടുന്നില്ല. സ്നേഹം കിട്ടാക്കനിയായി തീരുകയാണ്. ചിലപ്പോൾ സംശയമായിരിക്കും, കുടുംബം സ്വർഗമാക്കുക നരകാലയമാവാൻ പാടില്ല. അതിന് 1-2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വർഗം, വീട് സ്വർഗമാകാൻ ഒന്ന് പരസ്പര വിശ്വാസം. പരസ്പര വിശ്വാസമാണ്. വിശ്വാസം അതല്ലേ എല്ലാം. പരസ്യം തന്നെ വിശ്വാസമാണ് പരസ്പരം വേണ്ടത്. അതേ സ്ഥാനത്ത് അറ്റ്ലസ് ജ്വല്ലറിയുടെ പരസ്യത്തിലുള്ളതുപോലെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അതാവാൻ പാടില്ല. അത് പരസ്പരം വിശ്വാസമാണ് വേണ്ടത്. സംശയം ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ ചെറിയ സംശയങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ആരാ വീഡിയോ ആരാ ഇതിലൂടെ പോയത് സംശയം. അങ്ങനെ 3 മണിക്ക് വന്ന് കട്ടിൽ കിടക്കുമ്പോൾ ജനലിന്റെ പിന്നിൽ വെച്ചുകൊണ്ട് ഒരു വിസിലൂതുന്ന സൗണ്ട് തുറന്നു നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു. പെട്ടെന്നാണ് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് സംശയം, ഞാൻ 3 മണിക്ക് ഇവിടെ കിടക്കാറില്ല, കിടക്കാറ് ഭാര്യയാണല്ലോ, അപ്പൊ ദിവസവും ഈ പണി ഉണ്ടല്ലോ എന്ന് സംശയം വന്നു. യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരന് ഈ പശുവിനെ പോറ്റാൻ വേണ്ടി വന്നതായിരുന്നു. നോക്കുന്ന സമയത്ത് ഈച്ച വന്നപ്പോൾ ഒന്ന് തട്ടിയതാണ്. ഇയാൾ മനസ്സിലാക്കിയത് അയാൾ ആ പെണ്ണിനെ വിളിച്ചതാണ്. സംശയമായി. ഭാര്യക്ക് സംശയം. എങ്ങനെ ഭാര്യക്ക് സംശയം വരുന്നത്? ഒരു ദിവസം വന്നോക്കുമ്പോ ഈ ഭർത്താവിന്റെ ശരീരത്തിൽ ഒരു കറുത്ത മുടി. ഇത് കണ്ടപ്പോ ഭാര്യ അർത്ഥം വെച്ചു, നമുക്കറിയാം. പിറ്റേ ദിവസം വന്നപ്പോ വെളുത്ത മുടി. അപ്പം ഭർത്താവിനോട് ഭാര്യ, അത് ശരി, നിങ്ങൾക്ക് വയസ്സത്തികൾ എപ്പോഴും പോയിട്ടില്ലേ? പിറ്റേ ദിവസം വന്നോക്കുമ്പോ മുടി തന്നെയല്ല. അപ്പൊ ഭാര്യ സംശയം, അത് ശരി, അപ്പൊ നിങ്ങൾക്ക് കഷണ്ടി ഇല്ലാത്ത പെണ്ണിന്റെ എപ്പോഴും പോയിട്ടില്ലേ? സംശയം. അങ്ങനെയുള്ള സംശയങ്ങളാണെങ്കിൽ അത് പൊട്ടിത്തെറിയാണ്. ചിലപ്പോൾ നേരം വൈകി വരുന്നിട്ട് ഭയങ്കര ചൂടാവുന്ന ഭർത്താവ്, ഭാര്യയുടെ സംശയം, ഇപ്പം ചൂടാവാൻ തുടങ്ങി, ഏതെങ്കിലും ഓഫീസിൽ ആരെങ്കിലും ഉണ്ടാവൂലേ, പിന്നെ പ്രശ്നമായി. ഇങ്ങനെ കുത്തുകളും കോമകളുമായി നീങ്ങുന്ന ജീവിതമാണെങ്കിൽ അതിൽ സന്തുഷ്ടം ഉണ്ടാവില്ല. വിശ്വാസം വേണം.
മക്കളാക്കി തീർക്കാൻ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല കുടുംബവും മാനസികമായ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുടുംബ സമ്മേളനത്തിന് വളരെ സന്തോഷം ഉണ്ട്. അതിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന വസിയത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി